ചരിത്രത്തിലുണ്ടായത് ഒരു സാധാരണ ഭരണകാലമല്ല, ഒരു സമൂഹത്തിൻ്റെ ആത്മവിശ്വാസം പുനർനിർമ്മിക്കുന്ന കാലമായിരുന്നു. വികസനത്തിൻ്റെ പുതിയ പാത തുറന്ന കാലഘട്ടമാണ്. നല്ല രീതിയിൽ ഓരോ മേഖലയിലും പരിഹാര നടപടികളുണ്ടായി. സാമൂഹ്യ നിരധിഷ്ഠിതമായ വികസനമെന്നാണ്, അതേസമയം സർവതല സ്പർശിയായിരിക്കും. ഇതിൻ്റെ ഭാഗമായി സാമൂഹ്യനീതിയും സാമ്പത്തിക പുരോഗതിയും കൈകോർക്കേണ്ടതായിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും ജനക്ഷേമവും വികസനവും തമ്മിലൊക്കെ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. എന്നാൽ നമുക്ക് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഇവിടുത്തെ അനുഭവം. മധു, ഈ പറഞ്ഞതുപോലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയൊരു സർക്കാർ, അതിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്ത് നിന്ന്. അതിനപ്പുറം ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് എന്തൊക്കെയാണ് ഉത്തരങ്ങൾ? ഇപ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന പല പ്രതിസന്ധികളുണ്ട്. പഠനം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിന് നാട് വിട്ടു പോകേണ്ട അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളെ, വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അതിനൊക്കെയുള്ള പരിഹാരങ്ങൾ എന്താണ് പ്രകടന പത്രികയിൽ പറയുന്നത്? അതുമായി ബന്ധപ്പെട്ട് മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകും, കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന തൊഴിലാളികൾ, വിദ്യാർത്ഥികൾക്കെല്ലാം കേരളത്തിൽ തന്നെ തൊഴിൽ ഉറപ്പാക്കും എന്നുള്ളതാണ് ഈ സർക്കാർ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒന്ന്. മൂന്നാം പിണറായി സർക്കാർ വരികയാണെങ്കിൽ ചെയ്യും എന്ന് അവകാശപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം തൊഴിലവസരങ്ങളുടെ ഉറപ്പാണ്. ഒപ്പം സ്ത്രീകൾക്ക് 50% സ്ത്രീകൾക്കും തൊഴിൽ ലഭ്യമാക്കാനുള്ള തൊഴിൽ സുരക്ഷ നടപ്പാക്കും എന്നുള്ളൊരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നു. പവർ കട്ടില്ലാത്ത സംസ്ഥാനമായി തുടരും. നേരത്തെ പവർ കട്ട് ഇല്ലാതാക്കിയതിൻ്റെ ക്രെഡിറ്റ് സർക്കാർ ഇനിയൊരിക്കലും ഇരുണ്ട കാലത്തേക്ക് പോകില്ല എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ ഒരു വാഗ്ദാനം. അതിൻ്റെ തുടർച്ചയുണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. നേരത്തെ ടൂറിസം മേഖലയിലാണ് സമഗ്രമായ പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന മറ്റൊരു മേഖല. ഇടുക്കിയിലെ എയർ സ്ട്രിപ്പ് വികസിപ്പിക്കും. വയനാട്ടിൽ പുതിയൊരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കും. ടൂറിസം മേഖലയിൽ നിരവധി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം മെട്രോ സൗകര്യങ്ങൾ, കൂടുതൽ മെട്രോ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കും. തീവണ്ടിപ്പാത പദ്ധതികളുമായി മുന്നോട്ട് പോകും. നേരത്തെ തന്നെ ശ്രീധരൻ മുന്നോട്ട് വെച്ച പദ്ധതികളുമായി BJP മുന്നോട്ട് വച്ചിരുന്നു. ഇത് സമാനമായ നിർദ്ദേശങ്ങൾ UDF പ്രകടന പത്രികയിലുമുണ്ട്. യാത്രാക്കുരുക്ക് പരിഹരിക്കാനുള്ള സമഗ്രമായ പദ്ധതികൾ ഈ മൂന്നാം സർക്കാരിൽ നിന്ന് ഉണ്ടാകും എന്ന വാഗ്ദാനമാണ് പ്രകടന പത്രിക പുറത്തിറക്കി. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്.